ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെരിക്കോസ് വെയിൻ മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. വെരിക്കോസ് വെയിന് പല പ്രകൃതിദത്ത പരിഹാര മാർഗ്ഗങ്ങളും ഉണ്ട്. മരുന്നുകളേക്കാൾ ചിലപ്പോഴൊക്കെ ഈ പ്രകൃതിദത്ത മരുന്നുകൾ നമുക്ക് പ്രയോജനം ചെയ്യാറുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ ഞരമ്പുകൾ തടിച്ച് വീർത്ത് വരുന്നൊരവസ്ഥയാണ്. അതേപോലെ തന്നെ ഞരമ്പുകൾക്ക് നിറവ്യത്യാസവും കാണപ്പെടാറുണ്ട്. ഇത് കൂടുതലായി കഴിഞ്ഞാൽ തടിപ്പും അതേപോലെ തന്നെ ചൊറിച്ചിലും ഒക്കെ അനുഭവപ്പെടും. അപ്പോൾ തുടക്കക്കാർക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നമുക്ക് നിർത്താൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് 2 സ്പൂൺ എള്ളാണ്. അത് നമ്മളിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചപ്പാൽ കൂടി ചേർത്തിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ഞാനിതിപ്പോൾ രാത്രിയിലാണ് ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെയാണ് നമ്മളിത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്രയും സമയം വേണമെന്നില്ല, ഒരു 5-6 മണിക്കൂറൊക്കെ കുതിർത്താലും മതി. വേദനയും വീക്കവും ഒക്കെ അകറ്റാനായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വഴിയാണ് എള്ള് ഉപയോഗിക്കുക എന്നുള്ളത്. നമുക്ക് പലതരം വേദനകൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ പലതരം വേദനകൾക്കും പല രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്നും മാത്രം. നമ്മൾ പല്ല് വേദനയ്ക്കൊക്കെ നമ്മൾ ഗ്രാമ്പ് ഉപയോഗിക്കുന്ന പോലെ ചില സ്ഥലങ്ങളിൽ എള്ളും ഉപയോഗിക്കാറുണ്ട്. ഹലോ, അപ്പം നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ എള്ളിവിടെ കുതിർത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 12 മണിക്കൂർ കുതിർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇനി നമ്മളിത് ഒന്ന് അരച്ചെടുത്തിട്ട് വരുവാണ്. കല്ലിലൊക്കെ അരക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ അരക്കാം. നമ്മുടെ എള്ള് നന്നായിട്ട് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മിക്സിയിൽ അരക്കാനായിട്ട് ഇത്തിരി പണിയാണ്. അപ്പോൾ കല്ലുണ്ടെങ്കിൽ കല്ലിൽ അരച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ ചതച്ചെടുക്കുന്ന കല്ലില്ലേ ഉള്ളിയൊക്കെ, അങ്ങനെയുള്ള ഒരു സംഭവത്തിലൊന്ന് ചതച്ചതിന് ശേഷം ഒന്ന് മിക്സിയിൽ അരച്ചാൽ നന്നായിരിക്കും. നമ്മളൊരല്പം മാത്രമായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് അരയ്ക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട്. എന്നാൽ ഇത് കുതിർന്നുകൊണ്ട് നല്ല പെട്ടെന്ന് തന്നെ അരയുകയും ചെയ്തോളും. അപ്പോൾ ഇനി നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കാലിൽ എവിടെയാണോ വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം ഉള്ളത് ആ ഭാഗത്ത് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എവിടെയാണോ പ്രോബ്ലം ഉള്ളത് അവിടെ നിന്ന് മുകളിലേക്ക് വേണം ഇത് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു 15 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് സമയം, 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിക്കളയാം. ഇത് നമ്മൾ അടുപ്പിച്ച് 3 ദിവസമാണ് ഇതിങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 3 പ്രാവശ്യം ഇതുപോലെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം നമ്മുടെ കാലിൻ്റെ പ്രശ്നത്തിന് കാണാം. അതുപോലെ തന്നെ നമ്മുടെ മുട്ടിൻ്റെ ഭാഗത്തൊരു തലയിണ വെച്ചിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാനായിട്ട്. അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും ഉറപ്പായും. വീഡിയോയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് അതൊരു വലിയ ആശ്വാസമായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, വെരിക്കോസ് വെയിൻ മൂലം മുറിവുകൾ വരികയോ രക്തസ്രാവം വരികയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് മറക്കാതിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള കൊച്ചു ടിപ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ ഇതുപോലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.